പിന്നെ നമ്മള് ഒരു കാര്യത്തിന് പോകുമ്പോൾ എല്ലാവിധ ആശംസകൾ നേരുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതുകൊണ്ടൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുമ്പ് എന്നോട് എന്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, സഹായിക്കാൻ കഴിയാത്തവൻ സഹതപിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. എന്ത് കാര്യമായാലും നമ്മൾ അയ്യോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ, എന്നോട് അമ്മ ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞാണ്. ഇപ്പൊ എല്ലായിടത്തും ഒരു അന്ധകാരമാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഈ അന്ധകാരം ഉണ്ടാക്കിയവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അന്ധകാരം കണ്ട് പേടിച്ചോടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്നാണ് ഓടിയിട്ട് കാര്യമില്ല. ഇതൊന്നും അല്ല വേണ്ട. അന്ധകാരം ആണെങ്കിൽ അവിടെ പോയിട്ട് ഒരു മെഴുകുതിരിയും കത്തിക്കുക. മെഴുകുതിരി കൊണ്ട് മൊത്തം വെളിച്ചം കിട്ടുന്നില്ല, പക്ഷേ ആ മെഴുകുതിരി കൊണ്ട് ഒരു കുഞ്ഞു സ്ഥലത്തെങ്കിലും ഒരു വെളിച്ചം കിട്ടിയാൽ അതൊരു കാര്യമാണ്. അല്ലെ, വിശക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ നിനക്കിങ്ങനെ വിശപ്പ് വന്നല്ലോ, അല്ലെ വിശപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതി ഞാനൊരു സാംസ്കാരിക ആളാണ് അതും വെച്ചിട്ട് ഞാനൊരു അവാർഡ് വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല. വിശക്കുന്നവനെ കണ്ടാൽ നിങ്ങളെ മുന്നിൽ 2 ഓപ്ഷനുള്ളൂ. അമ്മ പറഞ്ഞു, ഒന്നുകിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക, ഓപ്ഷൻ എ. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ ആളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നീ മൈൻഡ് ചെയ്യാണ്ട് വെക്കോ. ഇത് രണ്ടും നല്ലതാ, കുഴപ്പമില്ല. അതല്ലാതെ അയ്യോ ഏട്ടാ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിഷമം വന്നല്ലോ എന്നുണ്ട് ഓൾറെഡി വിശന്നിരിക്കുന്നവനെ ഒന്നുകൂടെ വിശപ്പ് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെ അവനെ മുന്നിൽ നിർത്തി ചാരിറ്റി പിരിവ് നടത്തി 10 രൂപ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വരാൻ ലേറ്റ് ആയതിന്റെ രണ്ടാമത്തെ കാരണം, എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എന്തെങ്കിലും കയ്യിൽ ഒരു 10 രൂപ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാം. ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് എനിക്കിപ്പോ എന്റെ ഒരു ഫോട്ടോ കാണിക്കലോ അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് വന്നു എന്നുണ്ട് എനിക്ക് ആരെ മുന്നിലൊന്നും ജാട കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. സന്തോഷ് പണ്ഡിറ്റിന്റെ കൺട്രോളിൽ വരുന്ന കാര്യം ഇതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സമരസഹായ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട് എങ്കിൽ മാഡം എല്ലാവരും നമ്മളെന്തെങ്കിലും തന്നാൽ സ്വീകരിക്കുമല്ലോ അല്ലെ. അപ്പൊ എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മളെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം നമുക്ക് വർഷത്തിൽ ഒരു സിനിമയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഉദ്ഘാടനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് കിട്ടുക. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാനും വൈകാനുള്ള കാരണം നമുക്കിപ്പോ അമ്പലമായാലും മറ്റുള്ള ഷോപ്പിന്റെ ഒക്കെ ഇനോഗ്രേഷനൊക്കെ വരുമ്പോൾ കിട്ടുന്ന ചെറിയ പൈസയാണ്. അപ്പൊ 2-3 പ്രോഗ്രാംസ് കഴിഞ്ഞ് എന്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, ചെറിയൊരു പൈസയാണ്. ഞാനൊരു 50,000 രൂപ ഇപ്പൊ തരാം.